കേറിപ്പോരെ ലോക്കല്ല. എപ്പോഴും സ്വീകരിക്കും. ചേട്ടത്തി ഇരിക്കുക. ചേട്ടത്തി എന്നാണ്ട് വിശേഷം? ചേട്ടത്തിക്കാണ്ട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. അച്ഛാ, കുറെ കാര്യം പറയാനുണ്ട്, ഒരു സമാധാനവും ഇല്ല. എന്നാലുണ്ടല്ലോ, മറക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയും. അച്ഛനൊന്നും തോന്നരുത് കേട്ടോ, എന്നെ ചേട്ടത്തിന്നൊന്നും വിളിക്കണ്ട. ഏതായാലും അച്ഛനെ കഴിഞ്ഞൊരു 3-4 വയസ്സിന് എളുപ്പമായിരിക്കും. ശരി, ചേച്ചിന്നും ചേട്ടത്തി ഒന്നും വിളിക്കുന്നില്ല. സഹോദരി വന്ന കാര്യം പറയൂ. എന്റെ അച്ഛാ, ഒന്നും പറയണ്ട. അച്ഛനറിയാവോ എത്ര വർഷം ഞാൻ നൈറ്റ് ചെയ്തതാണ്? പിന്നെ എനിക്കറിയത്തില്ലേ. നൈറ്റ് ചെയ്തേച്ച് ഞാൻ ആ പിള്ളേരെ സ്കൂളിൽ കൊണ്ടുപോയാക്കുന്നു, കാപ്പി ഉണ്ടാക്കുന്നു, തുണി അലക്കുന്നു, എല്ലാം ഞാൻ ചെയ്തോണ്ടിരുന്ന. ഇതൊക്കെ എന്റെ മകനും കണ്ടോണ്ടായിരുന്നു. ഇപ്പം അവന്റെ ഭാര്യ, എന്റെ മരുമകൾ നൈറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പം എന്റെ പൊന്നോ, എന്താ അവിടുത്തെ കളി! എനിക്കൊരു സമാധാനവും ഇല്ല. എന്റെ പ്രഷർ മേളിലോട്ട് കേറിക്കൊണ്ടിരിക്കും. ഗുളിക കഴിക്കുന്നില്ലേ? എന്റെ അച്ഛാ, ടെൻഷൻ വരുമ്പോ ഗുളിക കഴിച്ചിട്ട് വല്ലോ കാര്യമുണ്ടോ? ഇങ്ങനെ വരുത്തിക്കൊണ്ടിരിക്കല്ലേ ഇവര്. അതായത് അവക്ക് ഞാൻ കാപ്പി എടുത്തു കൊടുക്കണം, അവക്ക് തിന്ന പാത്രം കഴുകാൻ പാടില്ല, ഉപയോഗിച്ച യൂണിഫോം കൊണ്ട് അവിടെ കൊണ്ടുപോയി ഇടും, അതുകൊണ്ട് ഈ ലോണ്ടറി ബാസ്ക്കറ്റിലോട്ട് പോലും ഒന്നും ഇടത്തില്ല. അതിനെപ്പറ്റി അവളോട് സംസാരിച്ചോ സഹോദരി? അയ്യോ, ഞാൻ അവളോട് സംസാരിക്കാൻ ചെന്നു കഴിഞ്ഞാൽ എന്റെ മകൻ അവൻ പറയും, അമ്മയ്ക്കറിയത്തില്ലേ എന്ത് സ്ട്രെസ്സാ അവള് നൈറ്റിൽ അനുഭവിച്ചു വരുന്നത്, അമ്മയ്ക്കൊന്ന് അടങ്ങിക്കൂടെ എന്ന് പറയും. എന്റെ അച്ഛാ, ഞാൻ എന്നാ ചെയ്യുന്നേ? ഞാനൊരു മനുഷ്യ സ്ത്രീ അല്ലേ? അറിയാതെ വല്ലതും വായിന്ന് വന്നു പോവുകയല്ലേ? അല്ല സഹോദരി, ഇത് പുതിയ തലമുറ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന പോലെ നമ്മുടെ കാലത്തെ പോലെ അല്ലല്ലോ. അവരുടേതായിട്ടുള്ള രീതിയിലാണല്ലോ അവര് കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ. ഇവിടുത്തെ ചേട്ടനോട് സഹോദരി ഇതിനെപ്പറ്റി സംസാരിക്കുകയല്ലോ ചെയ്തായിരുന്നോ? പുള്ളി വേണമെങ്കിൽ അപ്പനും മകനുമായിട്ടൊന്ന് സംസാരിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അങ്ങേരോട് പറയാത്തതിന്റെ കുറ്റമുള്ളൂ. ചക്കിക്ക് ചേർന്ന ചങ്കരൻ അവൻ. അപ്പനും മോനും മരുമകളും ഒറ്റക്കെട്ട പാവം. എന്നെ മാത്രം ഒറ്റയ്ക്കാക്കിയേക്കുക. ഞാൻ എന്തെങ്കിലും പറഞ്ഞ, ഓ നീ എപ്പോഴും പ്രാർത്ഥിക്കുന്നവളല്ലേ, നിനക്കങ്ങ് ക്ഷമിച്ചാലെന്ന, നിനക്കല്ലേ പ്രായമായ. എന്റെ അച്ഛാ, ക്ഷമിക്കുന്നതിനൊക്കെ ഒരു അതിരില്ലേ? ഞാന് എന്താ ചെയ്യണ്ടേ? എന്നും വഴക്കുണ്ടാക്കുക. എന്തെങ്കിലും 10 കാര്യം കാണുമ്പോഴാണ് ഞാൻ ഒരു കാര്യം പറയുന്നത്. പിന്നെ സംസാരിക്കണ്ടേ? ഞാൻ മടുത്തു. അല്ല, ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് താമസിക്കുന്ന ഒരു കുടുംബത്തിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ സർവ്വസാധാരണമാണ്. പിന്നെ നിങ്ങളുടെ തലമുറ എന്ന് പറഞ്ഞാൽ പഴയ തലമുറയാണല്ലോ, അവരുടെ പുതിയ തലമുറയാണല്ലോ. ഒരു കാര്യം നിങ്ങൾ അവര് കാര്യങ്ങൾ ചെയ്യട്ടെന്ന് നിങ്ങളങ്ങ് വിചാരിച്ചു കഴിഞ്ഞാൽ അതാണ് ദൈവത്തിന്, അതാണ് ഇഷ്ടം. നമ്മുടെ യേശു നമ്മളെ പഠിപ്പിച്ച സഹനവും ക്ഷമയും ഒക്കെ ആണല്ലോ. അല്ല, എന്തൊക്കെ കാര്യത്തിനകത്ത് ഞാൻ സഹിക്കണം എന്ന് അച്ഛൻ അറിയാവോ? ഓക്കെ, ഈ പറഞ്ഞത് മാത്രമാണെങ്കിൽ പോട്ടെ എന്ന് വെക്കാം. എന്റെ പൊന്നച്ചാ, അവളുടെ ഒരു ആർഭാടം ഒന്ന് കാണും. എപ്പം നോക്കിയാലും ഫ്രീ ആണെങ്കിൽ ഈ ഡിസൈനർ ക്ലോസും ജ്വല്ലറി നോക്കി ഇങ്ങനെ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഉണ്ടാക്കുന്നതിന്റെ അപ്പുറം കൊണ്ടുപോയി കളയും. ഫാഷൻ പരേഡിന് വേണ്ടി ജനിച്ചവളാണെന്ന് തോന്നുന്നു. എന്താ ചെയ്യുന്നത്? ഇതൊക്കെ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ കണ്ണു അടച്ച് മിണ്ടാതിരിക്കണം എന്നാണോ നിങ്ങളൊക്കെ പറയുന്നത്? അതിപ്പം ഞാൻ പലയിടത്തും ഇങ്ങനെ കൗൺസിലിംഗ് പോകുമ്പം സാധാരണ എല്ലായിടത്തും ഉണ്ടാകുന്ന പ്രശ്നമാണ് ഇത്. ഈ ജനറേഷൻ ഗ്യാപ്പിന്റെ പ്രശ്നമാണ്. നമ്മുടെ കാലത്തൊക്കെ പിന്നെ എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ഒരു ഷർട്ടും ഒരു നിക്കറും ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതേ സമയത്ത് എൻ്റെ അനിയന്റെ പിള്ളേര് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ ലാപ്ടോപ്പോ സ്മാർട്ട് ഫോണ്, അതുപോലെ വണ്ടിക്ക് പോകാനും വരാനും വണ്ടി, അതൊക്കെ സഹോദരി ഈ പുതിയ തലമുറയുടെ ഒരു രീതിയാണ്. അപ്പൊ അതൊക്കെ നമ്മള് കണ്ടില്ല കേട്ടില്ല എന്നങ്ങ് ക്ഷമിച്ചു വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം കുടുംബത്തിൽ സമാധാനം വേണമല്ലോ. പിന്നെ പ്രാർത്ഥിക്കുക, പിന്നെ പള്ളിയിലൊക്കെ വരിക, നേർച്ചയൊക്കെ മുടങ്ങാതിടുക. അതൊക്കെ എനിക്ക് പറയാനുള്ളൂ. കൊള്ളാം. ഏതായാലും നിങ്ങൾക്കൊക്കെ ഈ പൈസ ഉള്ളവരുടെയും
ആൾക്കാരോട് മാത്രമേ ഉള്ളൂ പ്രതിപത്തി. ഞങ്ങളെ തഴഞ്ഞേക്കുക. സംസാരിക്കാൻ വന്ന ഞാൻ തെറ്റി. നമസ്കാരം അച്ഛാ. കർത്താവേ, നീ ഒരു കുരിശേ ചുമന്നുള്ളൂ. ഇവിടെ ദിവസവും പുതിയ പുതിയ കുരിശുകളാണ്.